നമസ്കാരം സാർ. നമസ്കാരം സാർ, പ്രേമലു സിനിമ ഹിറ്റാണ്. ഉവ്വ. അതിൽ തെലുങ്കാന ബൊമ്മലു അടിപൊളിയായിട്ടുണ്ട്. പുതിയ മ്യൂസിക് ഡയറക്ടറാണ്. ഇത് വിഷ്ണു വിജയുടെ നല്ല പാട്ടാണ്. ആ പാട്ട് പാടി നമുക്ക് തുടങ്ങാം. ചായ പാനി തപ്പിലെ റോഡരികെ തുടി പഞ്ചാരി കൊട്ടിലെ കാതരികെ എൻ പ്രേമിക്കൂടു നീ സുമ്മവാരികെ മനസ്സങ്ങ് നീറണേ ഗോലിസോട നീയ പനിച്ചങ്ങ് കേറണേ പാരസിറ്റമോള ഉള്ളിലിരുന്നാടടി തെലുങ്കാന ബൊമ്മലു തെലുങ്കാന ബൊമ്മലു തെലുങ്കാന ബൊമ്മലു NTR സിറ്റിയിൽ പോയി വരിങ്ക ചാർമിനാറ് പാത്തില്ലേ വിൻഡോവില്ലേ എൻ പ്രേമിക്കൂടു നീ സുമ്മ ചേർന്നിരിങ്ക. ആ ഒരു തമിഴ് സ്റ്റൈലും എനിക്ക് തോന്നുന്ന ഒരു ആന്ധ്ര സ്റ്റൈലൊക്കെ അവരുടെ ഒരു സാധനം ഉണ്ടല്ലോ, അതൊക്കെ ആ ഒരു ശൈലിയിൽ തന്നെ പാടിയത്. ഈ പാട്ട് പാടിയിട്ട് ഇപ്പം എല്ലാം കൂടെ ഒരു 2 ആഴ്ച കഷ്ടിയാവുന്നുള്ളൂ. പെട്ടെന്നാണ് എന്നെ വിളിച്ച് ഇങ്ങനെ ഒരു പാട്ടിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ സിനിമയിൽ ആണെന്ന് പറഞ്ഞ് ചില പാട്ടുകൾ ഞാൻ പാടി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് പിന്നെ സിനിമയിലൊന്നും സിനിമ വന്നപ്പോൾ കണ്ടിട്ടില്ല. അപ്പം ഇതും അതുപോലെ ആയിരിക്കും എന്നൊരു ധാരണയിലാണ് ഞാൻ ഇരുന്നത് സത്യം പറഞ്ഞാൽ. അപ്പം വിൻസെൻ്റ് ആണ് എന്നെ വിളിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, വിൻസെൻ്റ് ഇത് സിനിമയ്ക്കാണോ? അത് തീർച്ചയായിട്ടും സാറേ. ഭാവന സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ്. ഫഹദ് ഫാസിൽ, ശ്യാം പുഷ്കരൻ, അങ്ങനെയുള്ള ഒരു ടീമിൻ്റെ ആണ് ഇത്. അപ്പോൾ അതുകൊണ്ട് ഇത് പടത്തിന് വേണ്ടി തന്നെയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, സന്തോഷം. പക്ഷേ ഞാൻ പാട്ടൊന്ന് അയച്ചു തരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ പാട്ട് എനിക്ക് അയച്ചു തന്നപ്പം ഞാൻ പറഞ്ഞു, ഇത് ഞാൻ ഇന്നത്തെ കുട്ടികളുടെ ഈ ശൈലിയിൽ എനിക്ക് പാടാം, ഏത് പാട്ടും നമുക്ക് പാടാം. പക്ഷെ അവരുടെ ഒരു ശൈലിയിലേക്ക് നമുക്ക് പെട്ടെന്ന് വരാൻ പറ്റുമോ എന്ന് അറിഞ്ഞൂടാ. കാരണം നമുക്ക് 1-2 മണിക്കൂർ കൊണ്ടാണല്ലോ നമ്മളൊരു പാട്ട് പഠിച്ച് പാടുന്നത്. അപ്പോൾ അത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൈകാര്യം ചെയ്തു പോകുന്ന ഒരു വ്യക്തി ചെയ്യുന്ന പോലെ ആകുമോ? ഇല്ല, അത് സാറിനെ കണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ചെയ്തേക്കുന്നതെന്ന് വിഷ്ണു വിജയോട് ഞാൻ സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ചേട്ടൻ പാടിയാൽ മതി. ഞാൻ പറഞ്ഞു, എൻ്റെ ശബ്ദവും എൻ്റെ ശൈലിയൊക്കെ അറിയാമല്ലോ, അല്ല ചേട്ടൻ അത് കേട്ടിട്ട് അങ്ങ് പാടിയേച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ സ്റ്റുഡിയോയിൽ പാടിക്കഴിഞ്ഞപ്പം ഈ പറഞ്ഞ പോലെ അവർക്കങ്ങ് ഭയങ്കര സന്തോഷം. പക്ഷേ എനിക്കങ്ങോട്ടൊരു തൃപ്തി വരുന്നില്ല. ദൈവമേ, ഇത് ആ ഒരു ലെവലിൽ വരുമോ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചപ്പോൾ പുള്ളി പറയുന്നത്, ചേട്ടാ അടിപൊളി എന്ന് പുള്ളി പറയുന്നുണ്ട്. അതുപോലെ അതിൻ്റെ ലിറിക്സ് എഴുതിയ കോയ, അദ്ദേഹം സുഹേൽ കോയയും പറഞ്ഞു. സുഹേൽ കോയ ഉണ്ടായിരുന്നു അവിടെ ഞാൻ പാടുമ്പോൾ. ചേട്ടാ അടിപൊളി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സുഹേൽ ഇത് ശരിയാവുമോ? എൻ്റെ മനസ്സിലുള്ളതിനേക്കാൾ ചേട്ടൻ നന്നായിട്ട് പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പാടിക്കൊടുത്തു, ഞാൻ പോയി. അപ്പോൾ ജോഷ് സാറിൻ്റെ നിറക്കൂട്ടിൽ സൂപ്പർ ഹിറ്റ് പാട്ടാണ്. സുമലതയും മമ്മൂക്കയും അസാധ്യമാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോഴും പാടുന്ന പാട്ടാണ്, ഇല്ലെങ്കിൽ ഇപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടാണ്. ഈ അടുത്തൊരു സിനിമയിൽ അത് റീക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അടിപൊളിയാണ്. അപ്പോഴും അക്സെപ്റ്റൻസ് ഉള്ള പാട്ടാണ്. ശ്യാം സാറിൻ്റെ സംഗീതത്തിലെ മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ്. ഞാനിപ്പോൾ ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ ദിവസം ആരോ എന്നെ ഇൻ്റർവ്യൂ ചെയ്തപ്പം ആ കുട്ടി പറയുമായിരുന്നു, ഞാൻ പാടിയ ഈ പാട്ട് പൂമാനമേ എന്നുള്ള പാട്ട് ഇപ്പോൾ 2ാമത് വന്നപ്പോൾ അത് കേട്ടിട്ട് ഇതിൻ്റെ ഒറിജിനൽ ആരാ പാടിയെന്ന് തെരഞ്ഞ് സാറിൻ്റെ പാട്ടാണ് കൂടുതൽ കേൾക്കുന്നതെന്ന് പറഞ്ഞ് ആ കൊച്ചൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പം അന്ന് ഞാനത് പാടുമ്പം 86-ലാണ് അത് പാടിയത്. ശ്യാം സാർ എനിക്ക് പറഞ്ഞു തന്നതും ആ പിന്നെ സീനിൻ്റെ ബന്ധമാണ് മമ്മൂട്ടിയും സുമലതയായിട്ടുള്ള ഒരു ഓർമ്മയായിട്ടാണിത് പിന്നീട് കാണിക്കുന്നത്. അപ്പോൾ അവരുടെ ആ സ്നേഹബന്ധത്തിൻ്റെ തീഷ്ണതയും അവർ തമ്മിൽ കണ്ടുമുട്ടുന്നതും അവർ പിന്നെ ആ ജോലിയിൽ, അതായത് മമ്മൂട്ടി ഫോട്ടോഗ്രാഫറായിട്ടാണ്. അപ്പോൾ ആ ജോലിയിൽ അവർ നിൽക്കുന്ന സമയത്തുള്ള അവരുടെ ആ ഒരു എന്താ പറയുക ഇൻറ്റൻസിറ്റി, പ്രേമത്തിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിയൊക്കെയാണ് അതിനകത്ത് വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളത് പാടിയതും. അന്ന് ശ്യാം സാറ് പറഞ്ഞു തന്നിട്ടുള്ള പിന്നെ സംഗതികളും ആ സംഗതിക്ക് എത്രത്തോളം നീട്ട് വേണം, എത്രത്തോളം കുറുക്ക് വേണം എന്നൊക്കെയുള്ള എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തന്ന് പാടിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പം അത് പാടുന്ന കേൾക്കുമ്പോൾ ആ ഒരു ഫീലല്ല. ഇപ്പം അതെന്തോ ഒരു അന്നേരം പാടിയ ഒരു ഫീലിലല്ല ഇപ്പോൾ കേൾക്കുന്നത്. ആ ഒരു വ്യത്യാസമുള്ളൂ. പക്ഷേ ആ കുട്ടി നന്നായി പാടിയിട്ടുണ്ടെന്ന് ഞാൻ പറയും. കാരണം അത്യാവശ്യം തെറ്റില്ലാതെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് അങ്ങനെ ഒരു സീനിന് വേണ്ടി അല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കണ്ടില്ല പടം. അപ്പം അതുകൊണ്ടത് കുറച്ച് ഈസി ആയിട്ടാണ് പാടിയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പൂമാനമേ
ഒരു രാഗമേഘം താ പൂമാനമേ ഒരു രാഗമേഘം താ കനവായി കണമായി ഉയരാൻ ഒഴുകാൻ അഴകിയലും പൂമാനമേ ഒരു രാഗമേഘം താ. ഈ അഴകിയേഴും എന്നുള്ളത് ഒതുക്കി പിടിക്കേണ്ട ഒരു സ്പേസാണ്. അത് സാർ അന്ന് മീറ്റർ കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് സാറ് ശ്യാം സാർ എന്താ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? അതെങ്ങനെ? അതെ, ആ ഒരു പൂമാനമേ ഒരു രാഗമേഘം താ കനവായി കണമായി ഉയരാൻ ഒഴുകാൻ അഴകിയലും ഓ അടിപൊളി. അങ്ങനെയാണ്. ഭയങ്കര രസമായിട്ട് വരുന്ന സ്ഥലമാണ്. അതങ്ങനെ അവർ പറഞ്ഞു തന്ന പോലെ തന്നെ പാടിയതാണ്. കാരണം പുള്ളിക്കാരൻ അസിസ്റ്റൻറ്റും ഉണ്ടായിരുന്നു. അതുകൂടാതെ മറ്റേ കരളിലെഴും ഒരു മൗനം കസവണിയും ലയമൗനം സ്വരങ്ങൾ ചാർത്തുമ്പോൾ ലോലമായി അതിലോലമായി ശാന്തമായി സുഖസാന്ദ്രമായി അനുപദം മണിമയമായി പൂമാനമേ ഒരു രാഗമേഘം താ. പൊളി. എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ മനസ്സിൽ KG മാർക്കോസിൻ്റെയൊക്കെ ആദ്യം വരുന്നത് ഇസ്രയേലിൻ നാഥനായി വാഴുമേഘ ദൈവം. ആ പാട്ടില്ലാതെ ഒരുപക്ഷെ എനിക്ക് ഓർക്കാൻ കൂടി പറ്റില്ല. ഒരുപക്ഷെ ദൂരദർശനിൽ വിഷ്വലൈസേഷൻ കണ്ട് വളർന്നതുകൊണ്ടായിരിക്കാം. അത് ഒരുവിധപ്പെട്ടവർക്കെല്ലാം എനിക്ക് തോന്നുന്നു. ഞാൻ ക്രിസ്ത്യൻ ഡിവോഷനിൽ പ്രത്യേകിച്ചും അവരുടെ ഓർമ്മയിൽ വരുന്ന ആദ്യത്തെ പാട്ട് ഇതായിരിക്കും. പക്ഷേ 82 കാലഘട്ടം മുതൽ തന്നെ ഞാൻ ഇവിടെ കാസറ്റ് കമ്പനി ആദ്യമായിട്ട് ഉണ്ടാകുന്ന സമയത്ത്, അന്നേരം ഞാനൊരു 3-4 സിനിമയിലൊക്കെ പാടി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെയാണ് ആദ്യത്തെ കാസറ്റ് കമ്പനിയിൽ ഞാൻ പാടുന്നത്. അപ്പോൾ അന്ന് മുതൽ ക്രിസ്ത്യൻ ഡിവോഷണൽ, മാപ്പിളപ്പാട്ട്, ഹിന്ദു ഡിവോഷണൽ, ലളിതഗാനങ്ങൾ, സിനിമയുടെ റീമേക്കിങ്, സിനിമാ പാട്ടുകളുടെ റീമേക്കിങ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഞാൻ പാടിയിട്ടുള്ളൊരു ഗായകനാണ്. അപ്പോൾ പക്ഷേ ഈ 82-ൽ പാടിയ പല പാട്ടുകളും ഇപ്പോഴും പള്ളികളിൽ പാടുന്ന പാട്ടുകളുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് മറ്റേ ആകാശം മാറും ഭൂതലവും മാറും ആദ്യം മുതൽക്കേ മാറാതുള്ളത് നിൻ വചനം മാത്രം. അതേപോലെ എമ്മാനുവേൽ എമ്മാനുവേൽ നിന്നോട് കൂടെ വാഴുന്നു, രാവും പകലും വാഴുന്നു, ദൈവം നിന്നിൽ വാഴുന്നു. അതൊക്കെ ഇന്നും പള്ളികളിൽ പാടുന്നുണ്ട്. അതുപോലെ ഭയമേതുമില്ലെൻ്റെ ദൈവം എന്നെ പരിപാലിച്ചു വളർത്തും, ആനന്ദത്തെളി നീർച്ചോലയിൽ അനുദിനം വഴി നടത്തും, നീയല്ലോ നല്ല ഇടയൻ വഴി കാട്ടും സ്നേഹിതൻ, ഓർശലേം നായകാ നിൻ തിരുനാമം വാഴ്ത്തിടുന്നു. ഈ പാട്ടൊക്കെ അതും കൂടെ പാടാൻ സാറേ. ഇസ്രായേൽ നാഥൻ തീർച്ചയായും പാടാം. ഇസ്രായേലിൻ നാഥനായി വാഴും ഏകദൈവം, സത്യജീവമാർഗമാണു ദൈവം, മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം, നിത്യജീവനേകിടുന്നു ദൈവം, ആബാപിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ,
അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. ഇസ്രായേലിൻ നാഥനായി വാഴ് ഏകദൈവം, സത്യജീവമാർഗമാണു ദൈവം. ഒരുപക്ഷെ സാർ യേശുദാസ് സാറിനെ പോലെ പാടുന്ന ഒരാളെ കിട്ടുമ്പോൾ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ പലപ്പോഴും സിനിമ സംഗീത മേഖലയിൽ 75ഓളം സിനിമകളാണ് സാറിൻ്റെ ഉള്ളത്. അപ്പോൾ അത് അത്രയും പോരായിരുന്നു. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ പോലും സാധാരണ ഗായകർക്കൊക്കെ കിട്ടുന്നതാണ്, അവസരങ്ങൾ ഉള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ യേശുദാസ് സാറിനെ പോലെ പാടിയത് നമ്മളൊക്കെ കണ്ടത് ഒരു പരിമിതിയായിട്ടായിരുന്നോ എന്നുള്ളതാണ് പ്രശ്നം. അതൊരു ഒരു നന്മയായി കാണേണ്ടടുത്ത് നമ്മൾ അങ്ങനെ കണ്ടില്ല എന്നുള്ളതാണ് ഒരു ഡ്രോബാക്ക്. തീർച്ചയായും ഇന്നിപ്പോൾ പലരെയും അങ്ങനെ തല്ലി പഴിപ്പിച്ചു കൊണ്ടുവരുന്നുണ്ട്. യേശുദാസിനെ പോലെ പാടുന്നു, യേശുദാസിനെ പോലെ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരുന്നുണ്ട്. ഞാൻ അന്നും ഇന്നും യേശുദാസിനെ പോലെ എന്ന് പറഞ്ഞത് ഞാൻ നടന്നിട്ടുമില്ല. അദ്ദേഹമായിട്ട് എനിക്ക് നല്ല ബന്ധമാണ്. പക്ഷെ ഈ വേഷവിധാനം സത്യം പറഞ്ഞാൽ എൻ്റെ അച്ഛനാണ് നിർബന്ധപൂർവ്വം വെള്ള ധരിക്കാനായിട്ടൊരു ഇടയാക്കിയത് അച്ഛനായിരുന്നു. ഇടയ്ക്ക് ദാസർ സംസാരിക്കുന്ന സമയത്ത് ഈ അനുകരണത്തെക്കുറിച്ച് ട്രോളി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിഷമം ഉണ്ടാക്കിയോ മനസ്സിൽ? തീർച്ചയായിട്ടും. കാരണം എന്നെ ഇത്രയ്ക്കും അറിയുന്നൊരു വ്യക്തി, എന്നെ 15 വയസ്സ് മുതൽ അറിയുന്ന വ്യക്തി അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടായി. തീർച്ചയായിട്ടും ഞാനത് കഴിഞ്ഞിട്ട് പിന്നീട് എപ്പോഴോ അതിങ്ങനെ പല പ്രാവശ്യം ആയപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷെ അതല്ലാതെ എനിക്ക് അദ്ദേഹമായിട്ട് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം എന്നോടും വളരെ താല്പര്യമായിരുന്നു. ഇപ്പോഴും ഞാൻ അദ്ദേഹമായിട്ട് നല്ല ബന്ധം വെക്കാറുണ്ട്. പക്ഷേ മനസ്സിലൊരു ചെറിയ പോറൽ എവിടെയോ വന്നില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ല എന്നില്ല. അപ്പോൾ ശാസ്ത്രീയമായി സംഗീതം അഭ്യസിക്കുന്നത് വൈകിട്ടാണ്, 18 വയസ്സ് കഴിഞ്ഞു. അതൊരു പക്ഷേ ഡ്രോബാക്ക് ആയിട്ട് മാറിയിട്ടുണ്ടോ അങ്ങനെ കരുതുന്നു? അത് ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ല. സത്യം പറഞ്ഞാൽ അറിവുള്ള പല സംഗീതജ്ഞരും പറഞ്ഞിട്ടുണ്ട്, ശാസ്ത്രീയ സംഗീതം നിർബന്ധപൂർവ്വം, ഈവൻ ജെറി മാഷ് പോലും പറഞ്ഞിട്ടുണ്ട് സംഗീതം പഠിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ അത് സംഗീതം ഉള്ളവരിൽ പക്ഷേ ചില നോട്ടുകൾ, ചില ഭാവങ്ങൾ ഒക്കെ പറഞ്ഞു തരുമ്പോൾ അത് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാനായിട്ട് സംഗീതം അറിഞ്ഞിരുന്നാൽ നമുക്ക് അതിൻ്റെ പിന്നെ ഭാവം അല്ലെങ്കിൽ രീതി അല്ലെങ്കിൽ ആ നോട്ടിൻ്റെ പ്രത്യേകത നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ പറ്റും. അതാണ് മെയിനായിട്ട് സംഗീതം പഠിച്ചിരുന്നാലുള്ളൊരു ഗുണം. പക്ഷേ പഠിക്കണമെന്ന് പൂർണ്ണമായിട്ടും നിർബന്ധമില്ല. സംഗീത ബോധം ഉള്ളിലുണ്ടെങ്കിൽ, കാരണം എല്ലാ പാട്ടും ശാസ്ത്രീയമായിട്ട് തന്നെ ചിട്ടപ്പെടുത്തിയെടുക്കുന്ന ഒരു രീതി അല്ലല്ലോ. ഇപ്പം പക്കാ ശാസ്ത്രീയമായിട്ട് ചിട്ടപ്പെടുത്തിയെടുക്കുന്ന പാട്ടുകളുണ്ട്. അതല്ലാതെ ശാസ്ത്രീയ നിന്നുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കമ്പോസ് ചെയ്തെടുക്കുന്ന പാട്ടുകളുമുണ്ട്. അപ്പോൾ അത് ശാസ്ത്രീയമായിട്ട് ഉള്ളിൽ ഒരു ജ്ഞാനം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് ഫോളോ ചെയ്ത് പോകാനുള്ളതേ ഉള്ളൂ. പക്ഷെ അത് പിന്നെ ഞാൻ പറയില്ല, ഒരു കുറ്റം കണ്ടുപിടിക്കാൻ ഒരു കുറ്റമാക്കാം. ഇപ്പം തന്നെ യേശുദാസിനെ അനുകരിക്കുന്നു എന്നുള്ളൊരു കുറ്റം അത് എന്നിലേക്ക് കൊണ്ടുവന്ന് വെച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നന്നായിട്ട് പാടുന്ന ഒരാളാണെങ്കിൽ അവൻ്റെ പാട്ടെങ്ങനെയുണ്ട്, അവൻ്റെ ശബ്ദം എങ്ങനെയുണ്ട്, പാടുന്നത് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുന്നുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമ്മുടെ പൊതുജനവും മീഡിയയും ഒക്കെ കൂടുതലായിട്ട് ശ്രദ്ധിച്ചത്. പക്ഷെ കഴിവെന്ന് പറയുന്നത് അതല്ല. ഇപ്പോൾ SP ബാലസുബ്രഹ്മണ്യം പലപ്പോഴും പറയാറുണ്ട്, ഈവൻ ജാനകിയമ്മ പോലും പറയാറുണ്ട്. പക്ഷേ ജാനകിയമ്മയൊക്കെ നന്നായിട്ട് സംഗീതം ജന്മനാ തന്നെ അവരിൽ ദൈവികമായിട്ടും കിട്ടിയിട്ടുണ്ടല്ലാതെ തന്നെ അവർ പരിശ്രമിച്ച് പഠിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇത്ര ഈസി ആയിട്ട് പാടാൻ പറ്റുന്നത്. ശാസ്ത്രീയമായിട്ട് SPB സാറ് പിന്നെ ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന് സംഗീതം അറിയാം, യാതൊരു സംശയവും വേണ്ട കാര്യത്തിൽ. കാരണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, സ്വരസ്ഥാനങ്ങൾക്ക് ഓരോന്നിൻ്റെ ഓരോ പൊസിഷനുണ്ട്. ആ പൊസിഷനിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ സംഗീതം അറിഞ്ഞിരുന്നാലേ അത് പാടി ഫലിപ്പിക്കാൻ പറ്റുള്ളൂ. സാറിന്റെ ഈ മെലഡീസ് അല്ലാതെ മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ടേ അവസാനം, പുത്തൻ പുതുക്കാലം മുത്തമിട്ട, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ പാടി നടന്നതിൽ മന്ത്രി കൊച്ചമ്മയെക്കാളും ഞാൻ കൂടുതൽ പാടിയിട്ടുള്ളത് പുത്തൻ പുതുക്കാലം. ഓളവും ഭയങ്കര രസമാണ്. വിനീതിന്റെ ഡാൻസ് കുലുക്കുമ്പോ പുത്തൻ പുതുക്കാലം മുത്തമിട്ട നേരം കൊലുസിട്ട മോഹങ്ങൾ എഴുന്നള്ളുന്നിതു വഴിയേ, കാണാത്ത ചിറകുള്ള തേരിൽ കാലത്തിൻ കളിത്തോളിൽ മേളത്തിൽ തപ്പും തട്ടിപ്പാടി
താളത്തിൽ ചാഞ്ചാടി പുത്തൻ പുതുക്കാലം മുത്തമിട്ട നേരം കൊലുസിട്ട മോഹങ്ങൾ എഴുന്നള്ളുന്നിതുവഴിയേ. അടിപൊളി. അതിനകത്തൊരു മെലഡി ഉണ്ട് കേട്ടോ. തീർച്ചയായും ഇതിൽ ഈ പറഞ്ഞല്ലേ, ഈ പാട്ടുകളൊക്കെ ഇച്ചിരി ഫാസ്റ്റ് ആണെങ്കിലും മെലഡി ഉള്ളൊരു. അതുപോലെ തന്നെ മറ്റതും മറ്റേ മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ടേ ആർപ്പോ ഇറോ കൈകൊട്ടിപ്പാടാം വരവേറ്റിടാം വരവേറ്റിടാം ആചാര കഥന മുഴക്കിടാം ടപ്പോ ടിപ്പോ കല്യാണം കൂടാൻ കഴിയാത്തവരെ കഥയറിയാത്തവരെ ആഭ്യന്തരമന്ത്രിണിയാണേ ആഡംബരമൊത്തിരി വേണേ ആനപ്പാറയിൽ അച്ചമ്മയ്ക്കും കൊച്ചമ്മയ്ക്കും കാവൽ പട്ടാളം. അടിപൊളിയാണ്. അപ്പൊ ഇതൊക്കെ ശരിക്കും പിന്നെ നമ്മുടെ ആൻഡ്രോ ചേട്ടനും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം കൂടെ നിന്നാണ് പാടുന്നത്. അപ്പൊ പുള്ളിയുടെ മുഖവും അതുപോലെ പുള്ളിയുടെ ഭാവവും ഒക്കെ കൂടെ ചേർത്തിട്ട് നമുക്ക് അന്നേരം പാടാനുള്ളൊരു മൂഡ് ഒമ്പൊമ്പൊമ്പൊമ്പൊമ്പൊമ്പോ അതൊക്കെ. അതെ അതെ അതെ. അപ്പൊ അദ്ദേഹം കാണിക്കുന്ന ആക്ഷനും അതുപോലെ തന്നെ ഞാനും അതിന്റെ കൂടെ ലീഡ് പാടുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം ഈ പറഞ്ഞാലേ എന്താ പറയാ, ഓരോ അനുഭവങ്ങളാണ്. അതുപോലെ കാബൂളിവാലയും ഗോഡ് ഫാദറും സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളാണ്. സിദ്ദിഖ് ലാലിന്റെ പടങ്ങളില് വമ്പൻ ഹിറ്റുകൾ പടങ്ങളാണ്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 സിനിമ പറയാൻ പറഞ്ഞാൽ ഒന്ന് ഞാൻ ഗോഡ് ഫാദർ പറയും, ഒന്ന് മേലെപ്പറമ്പിലാണ് വീട. ഗോഡ് ഫാദർ ഞാൻ ഇഷ്ടം പോലെ പ്രാവശ്യം കണ്ടു. അതിനകത്ത് പാട്ടുകൾ ഇവരുടെ എല്ലാം സിനിമകളിലുള്ള ഒരു ഗുണം എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫാസിൽ സാറിൻ്റെ ആയാലും സിദ്ദിഖ് ലാലിൻ്റെ ആയാലും പിന്നെ ആ ഒരു കാലഘട്ടത്തിൽ സിബി മലയിൽ ഇവരുടെയൊക്കെ സിനിമകളിൽ നല്ല പാട്ടുകളുണ്ട്. അതേസമയം അതിനകത്തെ ഡയലോഗുകളും അതിനകത്ത് ചില വികാരപരമായിട്ടുള്ള സീനുകളും ഒക്കെ നമുക്കത് ഭയങ്കരമായിട്ട് മനസ്സിൽ കൊള്ളും. അതുകൊണ്ടാണ് ഇപ്പം ഈ ഗോഡ് ഫാദർ പക്കാ ഒരു കോമഡി പടമാണെങ്കിൽ പോലും അതിനകത്ത് പല ഡയലോഗുകളും നമ്മൾ നോക്കുമ്പോൾ പിന്നീട് ഹിറ്റായത് ഭയങ്കര ഹിറ്റാണ്. ഇപ്പം ഇന്നസെന്റിന്റെ ഒക്കെയുള്ള ചില ഡയലോഗുകൾ, അതുപോലെ ഈവൻ അവരുടെ മാന്നാർ മത്തായിയൊക്കെ ആണെങ്കിൽ പോലും അവരുടെ കോൺവെർസേഷനിൽ നമുക്ക് നമ്മളറിയാതെ ചിരിച്ചു പോകുന്ന, അല്ലെങ്കിൽ അതിലേക്ക് കോമഡിക്ക് വേണ്ടി കോമഡി അല്ല, സാധാരണ പറഞ്ഞു പോകുന്ന കൂട്ടത്തിലുള്ള ഒരു കോമഡിയാണ് അവരുടെ മിക്ക സിനിമകളിലും വരുന്നത്. അതുപോലെ തന്നെ സീരിയസ് റോളാണെങ്കിലും ശരി, ഇപ്പം ആ തിലകൻ ചേട്ടൻ പറയുന്ന ഒരു റോളുണ്ടല്ലോ, കത്തി താഴെയിട കത്തി, അതൊക്കെ നമുക്ക് ഉള്ളിൽ കൊള്ളും. സാർ ആ ടൈമിൽ ഗോഡ് ഫാദർ ഒക്കെ തിയേറ്ററിൽ കണ്ടത് ഓർമ്മയുണ്ടോ? ഈ പാട്ടൊക്കെ തിയേറ്ററിൽ ആ സമയത്ത് കണ്ടിരുന്നു. കാരണം ഞാൻ ഈ നിറക്കൂട്ടിലെ ഈ പാട്ട് പാടി പോയതിന് ശേഷം എനിക്ക് അതിൻ്റെ അകത്തൊരു ചെറിയൊരു ദുഃഖ ഓർമ്മയുടെ കൂടെയുണ്ട്. കാരണം സിദ്ദിഖ് ലാലിൻ്റെ പടം എന്നുള്ള രീതിയിൽ അത് ഞാൻ പാടിയത്. അത് കഴിഞ്ഞ് അല്ല അതിന് മുമ്പ് പിന്നെ ഈ 86-ലെ പൂമാനമേ പാടി നല്ല ഒരു ഇതിലേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് ജോഷി സാറിൻ്റെ സിനിമയായിരുന്നല്ലോ, ആ ലൈം ലൈറ്റിലോട്ട് വരുന്ന സമയത്താണ് എനിക്ക് 86 ഫെബ്രുവരി മാസത്തിൽ ഗൾഫിൽ വെച്ച് വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി. 5 പേര് യാത്ര ചെയ്തതിൽ 3 പേരും മരിച്ചു. ഞാൻ രക്ഷപ്പെട്ടു, എൻ്റെ കൂടെ പാടാൻ വന്ന കുട്ടിയും രക്ഷപ്പെട്ടു. പക്ഷേ ഞങ്ങൾക്ക് വളരെ ഗുരുതരമായ പരിക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം മരിക്കും 72 മണിക്കൂർ വളരെ ക്രിട്ടിക്കലായിരുന്നു. ഏതാണ്ട് 90 ദിവസം അവിടെ തന്നെ കിടന്നു, അൽ തവാം ഹോസ്പിറ്റലിൽ അലൈൻ. അപ്പോൾ ആ സമയത്ത് ഈ പാട്ട് ഞാൻ അങ്ങോട്ട് പടം റിലീസായി ഇത് കണ്ടിട്ട് അങ്ങോട്ട് പോയതാണ്. പിന്നെ ഞാൻ സിനിമയിൽ നിന്ന് അകന്നുപോയി. കാരണം ഞാൻ പിന്നെ നാട്ടിൽ വന്ന് ഏകദേശം 1 വർഷത്തോളം കിടപ്പായിപ്പോയി. ആ സമയത്തുണ്ടായിരുന്ന സിനിമയൊന്നും എനിക്ക് പാടാൻ പറ്റിയില്ല. മദ്രാസിൽ പോകണമായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ അങ്ങനെ സിനിമയിൽ നിന്ന് ഞാൻ ഒരുപാട് അകന്നു. ഒരാളുടെ സഹായം എപ്പോഴും എനിക്ക് വേണമായിരുന്നു 3-4 വർഷത്തേക്ക്. അപ്പോൾ മദ്രാസിൽ പോകാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയാണ് ഞാൻ എറണാകുളത്തേക്ക് താമസം മാറ്റുന്നത്. 88 മുതൽ ഇവിടെ എറണാകുളത്ത് സ്ഥിരതാമസം ആക്കാൻ കാരണം അങ്ങനെയാണ്. അങ്ങനെ വന്നു. സിനിമയിൽ വലിയൊരു ഗ്യാപ്പായി. പുതിയ ഗായകരൊക്കെ വരുന്നു, അവരുടേതായ സോഴ്സിൽ കൂടെ അവർ വരുന്നു. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിദ്ദിഖ് ലാലിൻ്റെ ഈ ഗോഡ് ഫാദർ എന്ന് പറയുന്ന ഈ സിനിമ കിട്ടുന്നത്. അപ്പം ഈ നിറക്കൂട്ടിൽ നല്ല ഒരു സിനിമയിൽ നല്ല ഒരു പാട്ട് നല്ലതായിട്ട് കയറി വരുന്ന അല്ലെങ്കിൽ കയറി വരേണ്ട സമയത്ത് ഈ ആക്സിഡൻറ്റ്, അത് കഴിഞ്ഞിങ്ങനെ ആ ദുഃഖത്തോട് ഇരിക്കുമ്പോഴാണ് ഗോഡ് ഫാദർ വരുന്നത്. ഗോഡ് ഫാദർ വന്നു, നല്ലൊരു ബൂസ്റ്റിംഗ് ആയിരുന്നു, നല്ല പാട്ടായിരുന്നു, നല്ല സിനിമയായിരുന്നു. വേണ്ട 400 ചില്ലാനും ദിവസം അന്ന് ഓടിയത് അന്നത്തെ കാലത്ത്. ഇപ്പോൾ 25 വർഷത്തിന് മേലെയായി ആ സിനിമ ഇപ്പോഴും ലൈവാണ്. അതെ 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 അതെ.